Hello and welcome back to Sumi's Taste. നമുക്കിന്ന് ചിക്കൻ ബർഗർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ തൈ മീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ഇത് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ബോണൊക്കെ മാറ്റിയിട്ട് നമ്മൾ എടുക്കുന്ന മീറ്റാണ് തൈ മീറ്റ്. ബ്രസ്റ്റ് മീറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള മീറ്റാണ്. പിന്നെ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, അതുപോലെ മല്ലി വറുത്ത് പൊടിച്ചത്. മല്ലി പൊടിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് ഇങ്ങനെ പൊടി പോലെ ആയിട്ടില്ല കേട്ടോ, കുറച്ച് ഇങ്ങനെ കോഴ്സായിട്ട് ഞാൻ പൊടിച്ച് വെച്ചേക്കണേ. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ജിഞ്ചർ ഗാർലിക് അതുപോലെ ചില്ലി ഇതിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയതുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, കുറച്ചൊരു എന്താ പറയുക ചതച്ച പോലെയൊക്കെ ആയാൽ മതിയാവും. പിന്നെ കുറച്ച് കടലപ്പൊടി വറുത്ത് വെച്ചതാണിത്. പിന്നെ അതുപോലെ കുറച്ച് സവാള ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കളഞ്ഞതാണ്. കാരണം ഇവിടെ കിട്ടുന്ന സവാളക്ക് ഭയങ്കര വെള്ളം കൂടുതലാണ്. സാധാരണ ബർഗറും അതുപോലെ കെബാബ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം വെള്ളത്തിൻ്റെ അംശം കുറച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ, സാധാ നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടില്ല, ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിനകത്ത് സവാള ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് കളഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബർഗർ ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം വേറെ മസാലാസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ മീറ്റിനെ നമുക്ക് മിൻസ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് മിൻസ്ഡ് മീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആകും, പക്ഷേ നമുക്ക് എല്ലായിടത്തും മിൻസ് മീറ്റ് കിട്ടണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് മിൻസ് ചെയ്ത് കാണിക്കാൻ പോണേ. നമുക്ക് ബ്ലെൻഡറിന് കുഞ്ഞ് ജാറില്ല, അതിനകത്തിട്ടുണ്ടെങ്കിൽ മിൻസാക്കി എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്യാൻ പോണത്. നമുക്ക് അങ്ങനെ നോക്കാം. അപ്പം ഞാനിവിടെ ഫുഡ് പ്രോസസ്സറും അതിൻ്റെ അറ്റാച്ച്ഡ് ബ്ലേഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മസാലകൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എത്ര ഉണ്ടെന്നുള്ളത്. മല്ലി ഇട്ട് കൊടുത്ത്, ഇനി അതിനകത്തേക്ക് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുത്ത്, ചില്ലി ഫ്ലേക്സ്, പിന്നെ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി അരച്ചത്, കടലപ്പൊടി വറുത്തത്, ഇനി നമ്മുടെ ഓണിയൻസ് കൊടുത്ത്, കുറച്ച് ഓയിലും 1 ടീസ്പൂണോളം മതിയാകും കേട്ടോ, ആവശ്യത്തിന് ഉപ്പും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കടലപ്പൊടിക്ക് പകരം ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. ചെറിയ പുളി വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിക്കാം. ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ, കറക്റ്റായിട്ട് മിൻസാന്ന് നോക്കാം. കണ്ടോ, വല്ലാണ്ട് അരഞ്ഞു പോയിട്ടൊന്നുമില്ല, പക്ഷെ കറക്റ്റ് മിൻസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബർഗർ മിക്സ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയാവും, അത് ഒന്ന് ഫേമായി കിട്ടും. എന്നിട്ട് നമുക്ക് കൈവച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് വെറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഒരു കണക്കനുസരിച്ച് ബണ്ണിൻ്റെ സൈസും ഒക്കെ അനുസരിച്ച് നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നൂടെ. നമ്മളിതിങ്ങനെ ഒന്ന് തീരെ തിന്നായി പോകരുത്, കുറച്ചൊരു തിക്നെസ് വേണേ, ഇതുപോലെ. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി വെക്കാം. നമ്മൾ ഇതുപോലെ ബർഗറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴും നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എളുപ്പമാവും. ഇപ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് എന്താ പറയുക കെബാബ് പോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും നമുക്ക് റാപ്പിനകത്തൊക്കെ വെച്ച് കൊണ്ടുപോകാം. അപ്പം നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോൾ അധികം വേറെ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ. കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒന്ന് ഫേമായി കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ സാധാ ഒരു പാൻ വെച്ചിട്ട് ഗ്രിൽ പാൻ വെച്ചിട്ട് അതിനകത്ത് വേണമെങ്കിലും നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ബർഗറൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് തണുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഫേം ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇനി കോൾസ്ലോ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ക്യാബേജ്, നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധാ ക്യാബേജ് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓണിയൻസ് ആണ്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കളഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിനിടാനായിട്ട് കുറച്ച് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സുമാക് പൗഡർ. സുമാക് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഈസ്റ്റേൺ സ്പൈസാണ്. നമുക്ക് ഇതില്ലെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മസ്റ്റേർഡ് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിടാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് മെയിനായിട്ട് വേണ്ടത് മയണൈസാണ്. ഞാൻ ഈ മയണൈസാണ് ഇടുന്നത്. പിന്നെ അതുപോലെ ഉപ്പും. നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനൊരു ബൗളിനകത്തേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജും അതുപോലെ ക്യാരറ്റും ഓണിയൻസും ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മയണൈസ് കുറച്ചിട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടണേ, നോക്കിയിട്ട് വേണം നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. അതിനകത്തേക്ക് ഒരു പിഞ്ച് സുമാക് പൗഡർ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ വിനീഗറും. അത് നമ്മുടെ വിനീഗറിൻ്റെ പുളി അനുസരിച്ചിട്ട് ഇട്ടാൽ മതി, ഒരുപാട് ഒഴിക്കണമെന്നില്ല. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് നോക്കട്ടെ. കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും ഇതുപോലെ മയണൈസും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതുപോലെ കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാവും. കുറച്ചുകൂടെ മയണൈസ് കഴിക്കും നമുക്ക്. ഞാൻ ഫ്ലേവർ ഒന്ന് നോക്കട്ടെ. എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇവിടെ ഒരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബർഗർ ഇട്ട് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഒരു 10 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ഇത് ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് മൂടി വെച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ ബാക്കി എല്ലാത്തിനും പിടിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മൂടി വെച്ചത്. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോ ബർഗർ ഇട്ട് കൊടുക്കാം. 2 എണ്ണം പാനിലും ഇടാം, 2 എണ്ണം നമുക്ക് എയർ ഫ്രയറിലും ഇടാം. അപ്പം നമുക്ക് എയർ ഫ്രയറിൽ ബർഗർ വെക്കാം. അതിനാദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ബർഗർ എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇടാം, ഇല്ലെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് ഈ പാനിൽ വെച്ച ബർഗർ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഫാൻ്റെ സൗണ്ട് കേൾക്കാം, നമ്മുടെ എയർ ഫ്രയറിൻ്റെ സൗണ്ടാണ് കേട്ടോ. നമ്മൾ എടുക്കൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇത് എയർ ഫ്രയറിൽ വെച്ച ബർഗറാണ്. ഞാൻ ഒന്നും കൂടെ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണേ. തിരിച്ച് നമ്മുടെ ഈ ബർഗർ ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. എയർ ഫ്രയറിൽ വെച്ച ബർഗറാണ് ഈ കാണുന്നത്. കണ്ട സൈഡും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിലേക്ക് നമ്മൾ ബർഗർ ഉണ്ടാക്കണം. ബർഗർ ബൺ ഉണ്ടല്ലോ, ഇതാണ് ബർഗർ ബൺസ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി വെക്കാം. ഈ ഭാഗം ഇതുപോലെ ഒന്ന് ഇവിടെ ചൂടാക്കി കഴിഞ്ഞാൽ ബർഗറിൻ്റെ ജ്യൂസസ് ഒക്കെ എന്ത് പിടിച്ചോളും, ഒന്ന് വാമായി കിട്ടും. അല്ലാണ്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്
അങ്ങനെ എല്ലാ ബണ്ണും നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബർഗറിന് ആവശ്യമുള്ള എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫൈനൽ ചെക്ക് കേൾക്കാം. ഇത് ബണ്ണാണ്, അത് ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബർഗേഴ്സ്, നമ്മളെ കോൾസ്ലോ, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ്. ഫ്രിഡ്ജിലെടുത്ത് വെക്കണേ ഉണ്ടാക്കിയതിന് ശേഷം. പിന്നെ ടോപ്പിങ്സിന് ഉള്ള ആവശ്യമുള്ള ടൊമാറ്റോസും ഓണിയൻസും ക്യാപ്സിക്കം, അതുപോലെ ലെറ്റീസ് ലീവ്സ്, പിന്നെ കുറച്ച് മോസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിങ്സ് നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ക്യൂക്കമ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവക്കാഡോസ് ഉപയോഗിക്കാം. അത് ഇഷ്ടമുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇപ്പം ചീസ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ബർഗർ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് കുറച്ച് കോൾസ്ലോ ഇടാം കേട്ടോ. ഒരു ബർഗർ എടുത്ത് വെക്കുകയാണ്. ബർഗർ വെച്ചതിൻ്റെ മുകളിലേക്ക് ഞാൻ 1-2 ഓണിയൻ്റെ പീസ്, ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ക്യാപ്സിക്കം വെച്ച്, ഒരു ടൊമാറ്റോ വെച്ച്, അതിൻ്റെ മുകളിൽ ലെറ്റൂസും വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഓഫ് ബർഗർ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതുപോലെ വെക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചീസ് വെച്ച ബർഗറാണ്. ഇത് കണ്ട, ചീസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ സാധാ ബർഗർ. അപ്പം ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.